ശ്രുതി ആവട്ടെ ഡ്രിങ്ക്സ് ചേർത്ത മോര് കുടിച്ചിട്ട് ആകെ മൊത്തം മത്തടിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് മുത്തശ്ശി വരുന്നത്. അപ്പോൾ മുത്തശ്ശിയോടും എല്ലാ ആൾക്കാരോടും കൂടിയിട്ട് ശ്രുതി പറയണത്, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് നല്ല രീതിയിലുള്ള ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലായി. മുത്തശ്ശി എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളുടെ പേരക്കുട്ടിയാണ് മുത്തശ്ശി എന്ന് പറയണം. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ശ്യാം അപ്പം നൈസായിട്ട് പുതിയൊരു പദ്ധതി ഏർപ്പാടാക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അശ്വിൻ വരുന്നത്. അശ്വിനെ കണ്ട ശ്രുതി ആവട്ടെ ഡ്രിങ്ക്സ് ചേർത്ത് ആ മോരും എടുത്തിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയണത് ഇത് കുടിക്കുമെന്ന് പറയുമ്പോൾ അശ്വിൻ വേണ്ടെന്ന് പറയണത്. ഇത് നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ ആളുകളോടും എല്ലാ സത്യവും വിളിച്ചു പറയുമെന്ന് പറയുമ്പോൾ അശ്വിൻ ആ ഇതെടുത്തിട്ട് കുടിക്കുകയാണ് കേട്ടോ, മോരെടുത്ത് കുടിക്കുകയാണ്. അത് കുടിക്കണോടുകൂടി പുള്ളിക്കാരനും ആകെ മത്താവാണ്. പിന്നീട് അങ്ങോട്ട് അടിപൊളി പാട്ടൊക്കെ ആയിട്ട് നല്ല റൊമാൻസൊക്കെ ആയിട്ടുള്ള രംഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഉള്ളിലുള്ള സ്നേഹങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരികയാണ് അശ്വിൻ ഇങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കാൻ പോണ പോലത്തെ ഒരു രംഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ കണ്ട് നിൽക്കുകയാണ് ശ്യാമിനെ അതങ്ങോട്ട് തീരെ തേക്കുന്നില്ല കേട്ടോ. പിന്നീട് നമ്മുടെ ശ്രുതിയുടെ കൈയും പിടിച്ചിട്ട് ശ്യാം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ശ്രുതിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രുതി ആവട്ടെ ആകെ മത്തടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്യാം നോക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അശ്വിൻ ആ വഴിക്ക് വരുന്നത് കേട്ടോ.